എല്ലാവർക്കും നമസ്കാരം. നാളെ നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരികയാണ്. കേരളം കാത്തിരിക്കുന്നത് പോലെ തന്നെ അത്ഭുതങ്ങളുടെ ഒരു തേർക്കാഴ്ച തന്നെ ആയിരിക്കും എന്നതിൽ ഒരു മാറ്റമില്ല, ഉറപ്പാണ്. ഇനിയും വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആദ്യഘട്ടം നടന്ന 7 ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ഈ 7ലും 3 മേയർ സ്ഥാനത്തേക്കും തിരഞ്ഞെടുപ്പ് നടന്നു. കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം. അതിൽ തിരുവനന്തപുരത്ത് ഈ വട്ടം കാവിപ്പട ജയിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇന്നേ വരെ BJP കയറാത്ത പഞ്ചായത്തുകളിൽ പോലും BJP സ്ഥാനാർത്ഥികളെ കയറ്റും. എത്ര മുനിസിപ്പാലിറ്റികളിൽ ഭരണം പിടിക്കുമെന്ന് കണ്ടറിയേണ്ടതിരിക്കുന്നു. ഇതിൽ ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, LDFും UDFും എത്ര ഒന്നിച്ചാലും അവർക്ക് ഭരണം കിട്ടാത്ത അവസ്ഥ വരും എന്ന് പറയുന്നത് കാണാൻ പോകുന്ന കാഴ്ചയാണ്. എത്രയോ നാളായി അവിതായ പരിശ്രമമാണ് BJP നടത്തിയത്. വോട്ടുകൾ കിട്ടാത്ത പഞ്ചായത്തുകൾ, വോട്ടിന് BJP നടക്കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു വർഗീയ സംഘടന മാതിരി രൂപീകരിച്ച് ഇടതും വലതും, യഥാർത്ഥമായ വർഗീയ ശക്തികൾ ഇടതും UDFും LDFുമാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്, അവർ വർഗീയതമായുള്ള ജാതി പലതും പറഞ്ഞിട്ടാണ് വോട്ടുകൾ ആൾക്കാരെ ആക്കുന്നത്. പക്ഷേ BJPയിൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. അത് BJPയെ അടുത്തറിയുന്നവർക്കേ BJPയെ പറ്റിയിട്ട് അറിയുള്ളൂ. എവിടെയും ഒരാളുടെയും ജാതിയോ മതമോ നോക്കിയിട്ടല്ല BJP തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതും. BJPയുടെ എല്ലാവർക്കും, എല്ലാവരോടൊപ്പം, എല്ലാത്തിനും അങ്ങനെ തന്നെ നമ്മൾ കരുതിയാൽ മതി. ഏത് ആളും നമ്മുടെ ആളാണ്. ഭാരതീയൻ്റെ ചിന്ത മനസ്സിലുണ്ടാവണമെന്ന് മാത്രമേ നമുക്ക് തോന്നൂ. അല്ലാണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതാളെയായിട്ടും അവർ ഒത്തുകൂടാൻ തയ്യാറല്ല. അപ്പോൾ തിരുവനന്തപുരം തുടങ്ങി എവിടെ വരെ നാളെ താമര വിരിയും എന്ന് പറഞ്ഞ് കണ്ടറിയാം. കേരളത്തിലെ നിയമസഭയിലേക്ക് ഇനിയൊരു 6 മാസമേ ഉള്ളൂ എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിയമസഭയിലേക്കും UDF എന്ന സംഭവത്തിൻ്റെ അതിൽ ഘടകകക്ഷികളായിട്ടുള്ളവർ എത്ര പേര് പൊട്ടി അതിൽ നിന്ന് മാറി BJPയിലേക്ക് വരും എന്ന് പറഞ്ഞും കാണാൻ പോകുന്ന പൂരമാണ്. LDFിനൊപ്പം പോവാൻ ആരും തയ്യാറാവില്ല. ഇനിയുള്ളൊരു വഴി BJPയാണ്. അപ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ഘടകകക്ഷികൾ നേരത്തെ മുതലേ BJPയായിട്ട് ഒരു അടുപ്പം സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ആ ഘടകകക്ഷികൾ ഇനി BJPയിലേക്ക് ചേക്കേറാനുള്ള ഒരു വഴിയാണ് ഈ ത്രിതല പഞ്ചായത്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും വിജയിക്കുന്ന പാർട്ടികൾക്കും ഒരു ആശംസ മുൻകൂറായി പറഞ്ഞിട്ട് നാളത്തെ ഫലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.